കൂട്ടായിരുന്നു എന്നിട്ടോളം കാത്തു സിദ്ധന്മാരുടെ കൂട്ടായ്മയിൽ എന്നിവോളം കർത്താവിനെ കാത്തു സൂക്ഷിച്ചു. അങ്ങനെ ഓടി തീർക്കുവാൻ എനിക്ക് ഭയമുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ ചെയ്യും, അങ്ങനെ ഓടുന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നു. ഒരു ഭയങ്കരമായ വനാന്തരം എന്നെ ഭയപ്പെടുത്തി. ഓരോ ഭയങ്കരമായി വനാന്തരം എന്നെ ഭയപ്പെടുത്തി. എന്നെ ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ ആ സമയങ്ങളിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. പട്ടിണി യുദ്ധങ്ങളും ഉണ്ടായിരുന്നു. ശ്വാസവിട്ടൽ കഷ്ടങ്ങളും പട്ടിണിയും ഭയങ്കരമായ യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് പോരായ്മകളും കുറവശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം എന്റെ കർത്താവിനെ സൂക്ഷിച്ചു, കാത്തു സൂക്ഷിച്ചു. എല്ലാം നിർമ്മലമായി കണ്ടെന്ന് പറയാൻ കഴിയത്തില്ല. സമയങ്ങളിൽ എന്റെ ജീവിതത്തിൽ നിർമ്മലമായ ഒരു അനുഭവം ഉണ്ടായി എന്ന് തീർത്തു പറയാൻ കഴിയത്തില്ല. പലയിടത്തും കർത്താവ് പോരായ്മകൾ നിവർത്തി തന്നു. പല സ്ഥലങ്ങളിലും എന്റെ ജീവിതത്തിലെ പോരായ്മകൾ കർത്താവ് നിവർത്തിച്ചു തന്നു. വിശുദ്ധിയുടെ കണ്ണ് എനിക്കുണ്ടായിരുന്നു. എങ്കിലും എന്റെ ജീവിതത്തിൽ വിശുദ്ധിയുടെ ഒരു കണ്ണെനിക്കുണ്ടായിരുന്നു. സിയോനിൽ എനിക്ക് കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കർത്താവെല്ലാം ഇത്രത്തോളം എനിക്കതെല്ലാം നിവർത്തിച്ചു തന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പശുപശ്രീ ഫോണിൽ എന്നോട് സംസാരിച്ചു. സഹായിച്ചല്ലോ. പശുബേബിയെ കർത്താവ് ഇത്രത്തോളം സഹായിച്ചല്ലോ. അനേകർക്ക് ഓട്ടമോടെ ചെയ്യാൻ കഴിയില്ല. ഓട്ടമോടാൻ ദൈവം കുറവാണ്. അനേകർക്ക് ഓട്ടകളത്തിൽ ഓട്ടം ഓടി തയ്ക്കുവാൻ കഴിയാതിരുന്നപ്പോൾ പാർശ്വബേബിക്ക് കർത്താവിന് കൃപ തന്നുവല്ലോ. ദൈവം പാർശ്വബേബി വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു. ദൈവം പാർശ്വബേബിയിൽ കൂടെ വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു. അനേകർക്ക് ഓടാൻ കഴിയില്ല, പൂർത്തിയാക്കാൻ കഴിയും. കർത്താവ് അനേകർക്ക് ഓടി ഓട്ടം പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നപ്പോൾ പാസ്റ്റർ ബേബിയോടുകൂടെ കർത്താവിൽ നിന്ന് ഓട്ടം ഓടി തീർപ്പാൻ സാധിച്ചല്ലോ എന്ന് പശുവസിൽ പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ഒരാശ്വാസമായി അനേകം ശുദ്ധന്മാരോട് ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിച്ചു. സമയം സംസാരിച്ചാൽ അടുത്ത സമയങ്ങൾ കഷ്ടം കൊണ്ട് മനസ്സിലാകുന്നു.
സംസാരിച്ചിട്ട് മനസ്സിലാകാൻ കഴിയുന്നില്ല. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പാൻ ദൈവം സഹായിച്ചു. എന്റെ വീട്ടിൽ പെട്ടിയെടുത്തുകൊണ്ട് പോയിട്ടുള്ളവർ അനേകർ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പാൻ സഹായിച്ചു. അനേകർ പെട്ടിയെടുത്തുകൊണ്ട് വിശ്വാസ വീട്ടിൽ പോയിട്ടുള്ളവരുമുണ്ട്. അനേകർ ശരിയപ്പെട്ടും കരുതിയും പോയപ്പോൾ അനേകരെ ഭയപ്പെട്ടും കലങ്ങിപ്പോയ സന്ദർഭങ്ങളിൽ ഇന്നുവരെ നടത്തിപ്പോയ പോലെ സൂക്ഷിച്ചു. കാരണം പാവത്തിന് കൂട്ടുനിൽക്കുകയല്ലേ. പക്ഷെ അവരൊക്കെ പോയിരുന്നു എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയാൽ പാവത്തിന് അനേകർക്ക് ഞാൻ കൂട്ടു നിൽക്കായിരുന്നു. കൂട്ടു നിന്നിരുന്നെങ്കിൽ അനേകർ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. നല്ല അന്ത്യമുള്ളൂ ഭാഗ്യം. വിശ്വാസത്തിൽ പാർക്കുവാൻ, നല്ല രന്ധം പ്രാപ്പാൻ എന്നിവളും ദൈവം എനിക്ക് സഹായിച്ചു. അമ്മയെക്കാൾ അനേകർ മാതാപിതാക്കൾ സഹോദരന്മാരെല്ലാം ദൈവം എനിക്ക് തന്നു. അപ്പനേക്കാൾ അമ്മയേക്കാൾ അധികമായി സ്നേഹിക്കുന്ന സഹോദരന്മാരെ ദൈവം എനിക്ക് തന്നു. അപ്പോൾ തന്നെ എന്നെ വേദനിപ്പിക്കുന്ന ധാരാളം പേർ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ എന്നെ വേദനിപ്പിക്കുന്ന ധാരാളം പേർ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. എങ്കിലും അന്വേഷണ മുഖത്തേക്ക് നോക്കും. കർത്താവ് കൃപ ചെയ്തു. എങ്കിലും യേശുവിന്റെ മുഖത്തേക്ക് നോക്കാൻ കർത്താവിന് കൃപ തന്നു. എന്നെ അവസാനം പ്രാപിപ്പാൻ എന്റെ ദൈവം എനിക്കിടയാക്കി. നല്ല അവസാനം പ്രാപിപ്പാൻ എന്റെ ദൈവം എനിക്കിടയാക്കി. സ്തോത്രം സ്തോത്രം. പലപ്പോഴും പോയി കൈയിട്ട് ആശ്വാസങ്ങൾ ഉള്ള ഞാൻ ഇവിടെ വന്ന പല കരക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവ് എന്നെ സഹായിച്ചു. ശുദ്ധിമാൻ മാർഗനം ആരിവ പോയോ
സ്തോത്രം 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 എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താണ് സ്തോത്രം 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 ഇങ്ങനെയൊരു ശുശ്രൂഷയ്ക്കായി കർത്താവ് പ്രിയപ്പെട്ടതിന് ഒരുക്കിയുള്ളതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 കർത്താവ് ഒരുക്കിയതുപോലെ താൻ തന്നെ ഒരുക്കി അതിനായി സ്തോത്രം ചെയ്യാം. മാത്രമല്ല ഈ വിഷയത്തിന് തന്നെ സഹായിപ്പാൻ സഹോദരി സഹോദരന്മാരെ ഒരുക്കി അതിനായി സ്തോത്രം ചെയ്യാം. വിലയേറിയതെന്ന് കാണുന്നു. അങ്ങനെ ഏറ്റവും വിലയേറിയ ശുശ്രൂഷയ്ക്കായി കോഴിക്കോടിനെ ദൈവം തന്നെ കണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം തന്റെ ജന്മം ഭൂമിയിലായ നാള് മുതൽ ഈ ദിവസം 5 മണി വരെയും കർത്താവ് സൂക്ഷിച്ചു. അതിനായി സ്തോത്രം ചെയ്യാം. മാത്രമല്ല നല്ല പ്രായത്തിൽ യേശുവിനെ രക്ഷിതാവായി വിശ്വസിപ്പാനും ദൈവം ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. മാതാപിതാക്കളുടെ ചെല്ലപ്പിള്ളയായി വളർന്നുവെങ്കിലും കർത്താവിന്റെ മാനപാത്രമാക്കി കർത്താവ് വേർതിരിച്ചു. അതിനായി സ്തോത്രം ചെയ്യാം. മാത്രമല്ല തന്നെ കുറിച്ച് ചിന്തിച്ചാൽ ഒരുപാട് പറയാനുണ്ട്. ദേശത്തെ വേലയിലെ യൗവനക്കാർക്ക് ഒരു മുൻമാതൃകയായിരുന്നു താൻ. അതിനായി സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നാള് മുതൽ പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ ജീവിച്ചു. അതിനായി സ്തോത്രം ചെയ്യാം. ഈ വേലയ്ക്കായി ഇറങ്ങി വന്ന നാള് മുതൽ വിശുദ്ധന്മാർക്ക് തമ്മിലും ആശ്വാസമായിരുന്നു. അതിനായി സ്തോത്രം ചെയ്യാം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിപ്പാൻ ദൈവം കൃപ കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. മാത്രമല്ല അനേകർക്ക് വെളിപ്പെടാത്ത ക്രിസ്തുവിന് വേണ്ടിയുള്ള കഷ്ടം സഹിപ്പാനുള്ള വെളിപ്പാട് നൽകി അങ്ങനെയും സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. ആവശ്യവും കോഴിക്കോട്ട് വന്ന് വേല ചെയ്യുവാൻ ദൈവം ചുരുക്കം നാളുകൾ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. തന്റെ ജീവിത രീതിയെല്ലാം അടുക്കും ചിട്ടയുമായിരുന്നു. ആത്മീയം മാത്രമല്ല ഭൗമികവും. അങ്ങനെ വെളിപ്പാട് കൂടെ ദൈവം കൊടുത്തിരുന്നതിനായി സ്തോത്രം ചെയ്യാം. പലരെയും ഹൃദയം തുറന്ന് ശാസിച്ചു. അതിനായി സ്തോത്രം ചെയ്യാം. തന്റെ ശാസന തലയ്ക്ക് എണ്ണയും എടുക്കാൻ എല്ലാവർക്കും ദൈവം കൃപ കൊടുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഒരാളിൽ ഇപ്പോൾ മുതൽ ശുശ്രൂഷ ആരംഭിച്ചിരിക്കുകയാണ്. കോഴിക്കോട്ടെ പ്രിയപ്പെട്ടവരോട് എനിക്കൊരു അപേക്ഷയുള്ളത്, നിങ്ങളെല്ലാവരും ഇവിടെ കാണണം. സ്കൂളുകൾ വരെയാണ്. ഇതൊരു മരണം ഇല്ലെങ്കിൽ ഒരു വിലാപത്തിന്റെ ഒരു ഒരുക്കമല്ല. കടന്നു വരുന്ന എല്ലാവരുടെയും ഉള്ളിൽ ഒരു വലിയ പ്രത്യാശ ഉണ്ടാകണം. ദൈവരാജ്യം അവകാശമാക്കാൻ എന്ത് ചെയ്യണം? പ്രത്യാശ. അതിനേറ്റ നിലയിൽ ശുശ്രൂഷകളെ ദൈവം നടത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. കാര്യം വരേണ്ടവരെല്ലാം വന്നു ചേരാൻ അതിൻ്റെതായ സന്ദർഭാഷം വരട്ടെ. ആർക്ക് വരണമെങ്കിലും വരാം. അങ്ങനെ വരേണ്ടവരെല്ലാം കൊണ്ടുവരാനായി സ്തോത്രം ചെയ്യാം. ടൈപ്പിസ്റ്റിന്റെ മുൻ വെളിയിലാണ്. എനിക്ക് വരാൻ പറ്റത്തില്ല. ബുധനാഴ്ച വരെയും പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിരുന്ന പ്രിയപ്പെട്ട വാഹനത്തെല്ലാം കർത്താവ് സൂക്ഷിച്ച് അവരുടെ വാഹനങ്ങൾക്കെതിരെ പോകുന്ന വാഹനങ്ങളെ നിയന്ത്രിച്ച് കൊണ്ടെത്തിക്കണതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വാഹനങ്ങൾ പോലും പാർക്ക് ചെയ്യാൻ നമ്മുടെ ഗ്രൗണ്ട് പോരാ. ആയാൽ നമ്മൾ ഒഴിഞ്ഞ് സ്ഥലം കൊടുത്തിട്ട് സൗകര്യാർത്ഥം കുഞ്ഞടിനെ സദാ ആരോഗ്യമിച്ചും തന്റെ സിംഹസന മുൻപിൽ
നിൽക്കുന്നവർ കുഞ്ഞളിനെ സദാ അനുഗമിച്ചും തന്റെ സിംഹാസന മുൻപിൽ കോഴിക്കോട്ടെ സഭയിലെ ശുശ്രൂഷകർ വന്ന് മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യും. പാടിടണം. എത്ര മോദം സിയോനിൻ ഗാനം എൻ്റെ ആത്മാവിൻ ആനന്ദമേ. എത്ര മോദം സിയോനിൻ ഗാനം എൻ്റെ ആത്മാവിൻ ആനന്ദമേ. സിയോനേഹ തേജസ്സിൻ സുന്ദരേ. എത്ര മോദം സിയോനിൻ ഗാനം എൻ്റെ ആത്മാവിൻ ആനന്ദമേ. എത്ര മോദം സിയോനിൻ ഗാനം എൻ്റെ ആത്മാവിൻ ആനന്ദമേ. എത്ര മോദം സിയോനിൻ ഗാനം എൻ്റെ ആത്മാവിൻ ആനന്ദമേ. സിയോനേ നിൻ മഹത്വത്തിൻ രാജാവ് നിന്നിൽ അഭിഷക്തനായി. സിയോനേ നിൻ മഹത്വത്തിൻ രാജാവ് നിന്നിൽ അഭിഷക്തനായി. നിന്നിൽ ഞങ്ങൾ യേശുവോട് ശ്രേഷ്ഠ രാജാക്കളായി വാഴുമേ. എത്ര മോദം സിയോനിൻ ഗാനം എൻ്റെ ആത്മാവിൻ ആനന്ദമേ. എത്ര മോദം സിയോനിൻ ഗാനം ഗാനം എൻ്റെ ആത്മാവിൻ ആനന്ദമേ. എത്ര മോദം സിയോനിൻ ഗാനം എൻ്റെ ആത്മാവിൻ ആനന്ദമേ.
നമ്മെ വിട്ട് മഹത്വത്തിൽ പ്രവേശിച്ച പാസ്റ്റർ ബേബി ജോർജിൻ്റെ ശുശ്രൂഷ അടക്കാരാധന ശുശ്രൂഷ യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് 9 മണിക്ക് ആരംഭിച്ചു, രാത്രി. അതിനുശേഷം ശനിയാഴ്ച പകൽ, ശനിയാഴ്ച വൈകിട്ട്, ആ സമയങ്ങളിൽ സാക്ഷിയോഗങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ പകലും സാക്ഷി ഉണ്ടായിരുന്നു, വൈകിട്ടും സാക്ഷിയോഗങ്ങളുണ്ടായിരുന്നു. ചീഫ് പാസ്റ്റർ നിർദ്ദേശാനുസരണമാണ് ഇവിടുത്തെ ക്രമീകരണങ്ങൾ മുഴുവൻ ചെയ്തിരിക്കുന്നത്. അവരുടെ സാന്നിധ്യം ശാരീരികമായി ഇവിടെ ഇല്ലെങ്കിലും അവരുടെ നടത്തിപ്പിൽ കൂടെ അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. മാന്യത കൊടുത്ത് മാന്യത പ്രാപിക്കണമെന്നാണ് ബൈബിളും നമ്മെ അനുശാസിക്കുന്നത്. ദൈവിക വ്യവസ്ഥകളും നടത്തിപ്പും പാലിച്ചാൽ മാത്രമേ മാന്യത ഉണ്ടാകുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷിക്ക് ദൂരെ നിന്ന് വന്ന പല പ്രിയപ്പെട്ടവരും കൊടുത്തു. ഒരു രാത്രി 9 മണി വരെ സാക്ഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ സാക്ഷിയോഗം ആരംഭിക്കുന്നത് ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ളതായ വിശ്വാസികളായ ദൈവമക്കൾക്ക്, സുവിശേഷ വേലക്കാർക്ക്, കോഴിക്കോടിൻ്റെ ബ്രാഞ്ചിൽപ്പെട്ടവർക്കെല്ലാം കഴിഞ്ഞ രാത്രിയിൽ സമയമുണ്ടായിരുന്നു. അവർക്ക് ആർക്കെങ്കിലും സാക്ഷി പറയാൻ സാധിച്ചില്ല എങ്കിൽ ഇവിടുന്ന് ദേവാലയിൽ ശുശ്രൂഷകൻ തൻ്റെ അവകാശത്തിൽ പ്രവേശിച്ചതിനാൽ ചില ശുശ്രൂഷകർ അങ്ങോട്ട് പോകണം. അവർക്ക് സാക്ഷി പറയാൻ താല്പര്യമുള്ളവർക്കായിരിക്കും ആദ്യത്തെ സാക്ഷി. ഇപ്പോൾ ആരംഭിക്കുന്ന സാക്ഷിയോഗം 9:50 വരെ തുടർന്നുകൊണ്ടേയിരിക്കും. സ്വോത്രം 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 സ്വോത്രം. നമ്മുടെ ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യം നമ്മുടെ മധ്യം ഉണ്ടല്ലോ, ഇതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഏത് കാര്യത്തിൻ്റെ ആരംഭവും അവസാനമായിരിക്കുന്ന യേശു അധ്യക്ഷനായിരിക്കാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. തൻ്റെ അധ്യക്ഷ പദവിയെ ബഹുമാനിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കുന്നു. അതിൽ എല്ലാവരും ഭാഗവാക്കാകണം എന്ന് അപേക്ഷിക്കുകയാണ്. വീണ്ടും സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രിയ പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ സമയങ്ങളിലൊക്കെയും നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ രാവിലെ ദൂതസേനയുടെ അകമ്പടിയോടെ ഞങ്ങളുടെ യേശു ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുക. സ്തോത്രം. നടക്കേണ്ട ശുശ്രൂഷകളെല്ലാം കർത്താവ് തന്നെ ഭാരമേറ്റ് നടത്തി മഹത്വമെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്നായി വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും വഴിയിലും വാഹനത്തിലുമെല്ലാം സൂക്ഷിച്ച് സുഖഭദ്രമായി കൊണ്ടെത്തിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആദ്യം കൽപ്പറ്റ സഭാ ശുശ്രൂഷൻ ബ്രദർ യേശുദാസ് വന്ന് സാക്ഷി പറഞ്ഞിട്ട് ദേവാലയക്ക് പോകാം. ഈ പ്രിയപ്പച്ചനെ കുറിച്ച് എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണം ചോദിച്ചാൽ, ഞാൻ ഇന്നലെ മുതലേ വളരെ പ്രയാസത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രിയ അപ്പച്ചനെ എനിക്ക് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് തൃശ്ശൂർ വെച്ചിട്ടാണ്. 96 തോന്നി എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ. അപ്പോഴാണ് ഈ അപ്പച്ചൻ അവിടെ സെൻറ്റ് പാസ്റ്ററായിട്ട് വരുന്നത്. എന്താണെന്നറിയത്തില്ല, ഒരു പ്രത്യേക സ്നേഹം അന്ന് മുതലേ ഈ പിതാവ് അപ്പനും മോനും എന്നതായ ഒരു ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും അതെനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ പിതാവ് മോനോട് എന്തൊക്കെ ചെയ്യണം, വഴക്ക് പറയുന്ന സ്ഥലത്ത് വഴക്ക് പറയാനും, ശിക്ഷിക്കുന്ന സമയത്ത് ശിക്ഷിക്കുവാനും, ശാസിക്കുന്ന സമയത്ത് ശാസിക്കുവാനും പല വിധത്തിലും പിതാവ് ഒരു നല്ല പൂർണ്ണത കാണണം എന്നതായ ഉദ്ദേശത്തോടെ തന്നെയാണ് എന്നെ വഴക്ക് പറയുകയും എന്നെ സ്നേഹിക്കുകയും എല്ലാവിധമായ കടപ്പാടുകളും ചെയ്തുകൊണ്ടിരുന്ന ദൈവത്തിന് സ്തോത്രം. വാസ്തവമായി ഞാൻ ഈ പിതാവിൽ കണ്ടതായ ദിവ്യ സ്വഭാവങ്ങൾ 1-2 ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ സാക്ഷിയെന്ന് ഞാൻ ഇരുന്നുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്, ഈ പിതാവ് തിരുവചനത്തിൽ ഓർപ്പിക്കുന്നത് പോലെ പിതാവിൻ്റെ നാമവും പുത്രൻ്റെ നാമവും അവരെ നെറ്റിന്മേൽ ഉണ്ട് എന്നതായ തിരുവചനം ഈ പിതാവിൽ അല്ലെങ്കിൽ ഈ അപ്പച്ചനിൽ നിവൃത്തിയായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും സ്നേഹിക്കുന്നതായ ഒരു പിതാവും എല്ലാ കാര്യത്തിലും അനുസരിക്കുന്നതായ ഒരു പിതാവായിരുന്നു ഈ അപ്പച്ചൻ. ദൈവത്തിന് സ്തോത്രം.
താൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും നടത്തിപ്പുകാരെ വേദനിപ്പിക്കാറില്ല, നടത്തിപ്പിനനുസരിച്ച് ഞാൻ ജീവിക്കുന്ന ഒരു പാസ്റ്ററാണ്. ദൈവത്തിന് സ്തോത്രം. പല സമയങ്ങളിലും ഞാനും അപ്പച്ചൻ്റെ പാദത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ അനുഭവ സാക്ഷിയെല്ലാം എന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും അനേക വേലക്കാരെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം മൂന്നാറിൽ കഷ്ടപ്പെട്ടതായ വിഷയങ്ങളും താൻ ബുദ്ധിമുട്ട് അനുഭവിച്ചെക്കുറിച്ചും താൻ ഏതെല്ലാം വിധത്തിൽ നിന്ദിക്കപ്പെട്ടു, ഏതെല്ലാം വിധത്തിൽ അവമാനിക്കപ്പെട്ടു, ഏതെല്ലാം വിധത്തിൽ ദൈവം ഉയർത്തുവാൻ തുടങ്ങി എന്നതായ വിഷയമെല്ലാം ഒന്നൊന്നായി സ്തോത്രം അത് പറഞ്ഞറിയിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. വാസ്തവമായി ഈ അപ്പച്ചനൊരു ദൈവിക നടത്തിപ്പുള്ളൊരു മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. പല വിഷയത്തിൽ മേലും ഈ അപ്പച്ചനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പിൽ പെട്ടെന്ന് കൽപ്പറ്റയ്ക്ക് ഫോൺ ചെയ്തു, യേശുദാസ് ഉടനെ വരാൻ പറയണം. ഞാൻ വന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ വന്നപ്പോൾ ഞാൻ ബസ് യാത്ര ചെയ്ത് വന്നതാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കൈയെല്ലാം മുഷിഞ്ഞിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് മനസ്സിലുണ്ട് എൻ്റെ കൈ മുഷിഞ്ഞിരിക്കുന്നല്ലോ എന്ന്. എന്നാലും പെട്ടെന്ന് താൻ പറഞ്ഞു, നീ പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് ഡെറ്റോളിട്ട് കഴിയിട്ട് എന്നെ നീ ശുശ്രൂഷ ചെയ്താൽ മതി. ദൈവത്തിന് അപ്പം തന്നെ ഞാൻ കരഞ്ഞു. വാസ്തവമായി ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ അപ്പച്ചൻ ഒരു ദൈവിക നടത്തിപ്പുള്ളതായ ഒരു അപ്പച്ചനാണ്. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, താഴ്മ തൻ്റെ ആയുധമായി ധരിച്ചിരുന്നു. പല സാഹചര്യത്തിലും പല വിധത്തിലും. ദൈവത്തിന് സ്തോത്രം. പല വേലക്കാരും ശാസിക്കുകയും പല വിശ്വാസികളും ശാസിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പലരും മുഷിയാറുണ്ട്. എങ്കിലും പലരും അത് നന്മയ്ക്കായിട്ട് എടുത്തിട്ടുണ്ട്. നന്മയ്ക്കായിട്ട് എടുത്തവരെല്ലാം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട് ദൈവശ്രേഷ്ഠരായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം ഈ നടത്തിപ്പിനെ അവഗണിച്ചിട്ടുണ്ടോ അവരെല്ലാം നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം, ഏത് മനുഷ്യനെയും താൻ പണമുള്ളവരോ ശ്രേഷ്ഠമുള്ളവരോ മാത്രമല്ല, ഞാൻ കൂടുതൽ ഇടപെടുന്നത് കൊണ്ട് ഈ അപ്പച്ചനെ കുറിച്ച് വളരെ അറിയാം. ദൈവത്തിന് സ്തോത്രം. ഏത് മനുഷ്യനും ഒരു തെറ്റ് കണ്ടാൽ താൻ തുറന്നു ശാസിക്കുന്നതായ ഒരു മനസ്സുണ്ട്, ഹൃദയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏത് മനുഷ്യനെയും തുറന്നു ശാസിക്കും. അതേ സമയത്ത് അകത്ത് ഒരു മറഞ്ഞ സ്നേഹം തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അത് ആർക്കറിയത്തില്ല. പെട്ടെന്ന് ചൂടാകുമ്പോൾ വിചാരിക്കും എന്തിനാണില്ല. അതിൻ്റെ ഉള്ളിൽ ഒരു മറഞ്ഞ സ്നേഹം. താൻ അപ്പം തന്നെ ചിന്തിക്കും, ഞാൻ അവരെ വഴക്ക് പറഞ്ഞത് വേദനയായി കാണുമോ? സ്തോത്രം. അപ്പം തന്നെ കുറച്ച് നേരം കഴിഞ്ഞ് വിളിക്കും. ദൈവത്തിന് സ്തോത്രം. ഏത് വിശ്വാസിയായാലും വേലക്കാരായാലും താൻ വിളിച്ച് ദൈവത്തിന് സ്തോത്രം ഓർപ്പിക്കാറുണ്ട്. അത് മാത്രമല്ല, താൻ പോയതായ എറണാകുളത്ത് മാറിപ്പോയിട്ട് താൻ കടന്നു പോയതായ പലവിധമായ പരിശോധനയെക്കുറിച്ചെല്ലാം പറയാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏതെല്ലാം സാഹചര്യത്തിൽ തൻ്റെ ഇഷ്ടം അത് ഇല്ലാതാക്കി തീർക്കുക, തൻ്റെ ഇഷ്ടം മരിപ്പിക്കപ്പെടുക, തൻ്റെ ഇഷ്ടം ഉടയ്ക്കപ്പെടുക, ആ വിഷയത്തെല്ലാം പങ്കുവയ്ക്കാറുണ്ട്. എന്തിനുമെന്ന് ചോദിച്ചാൽ വരും തലമുറയെ വാർത്തെടുക്കുവാനും. ദൈവത്തിന് സ്തോത്രം. വരും തലമുറയ്ക്ക് ഇതൊരു അത്ഭുത സാക്ഷിയായിരിക്കേണ്ടതിന് താൻ പലപ്പോഴും ഇത് ഉണർത്തി തരാറുണ്ട്. ഞങ്ങൾക്ക് വേലക്കാർക്ക് സ്റ്റഡി എടുക്കുമ്പോൾ തൃശ്ശൂരായാലും ശരി, മൂന്നാറിൽ ഒരു പ്രാവശ്യം ഭക്ഷണം കഴിക്കുവാൻ എന്നോട് പറയാറുണ്ട്, യേശുദാസേ, ഞാൻ കഞ്ഞിവെള്ളത്തിൽ ഇച്ചിരി ചോറ് ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഞാൻ കൊതിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം ഇച്ചിരി അരിയിട്ട് കഞ്ഞി വെച്ച് ഒരു മധുരം ഒന്ന് കൊടുത്തപ്പോൾ അന്നത്തേതായ നിന്ദിക്കപ്പെട്ടതായ അവസ്ഥ താൻ പറഞ്ഞിട്ട് പറയാണ്, ഇപ്പോൾ എനിക്ക് കഴിക്കുവാൻ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് എന്തും ലഭിക്കും, എന്തു ഭക്ഷണം എനിക്ക് ലഭിക്കും, പക്ഷേ ആ സമയത്തെല്ലാം എൻ്റെ കൂടെ പലരും നിഗളിച്ച് പോയി, വേല വിട്ടു പോയപ്പോഴും എന്നെ ഇന്നയോളം കൃപയിൽ സൂക്ഷിച്ച്. ദൈവത്തിന് സ്തോത്രം. താൻ എപ്പോഴും പറയാറുണ്ട്, ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ തന്നെ ആഗ്രഹിക്കുകയില്ല. മറഞ്ഞൊരു ജീവിതമുണ്ട്. ഞാൻ വലിയവനാണ്, എനിക്ക് പ്രാഗിൽ പോണ്ട് എന്നൊന്നും കാണിക്കില്ല. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, ഈ അപ്പച്ചന് ഒരു രോഗശാന്തി വരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, ആത്മീക നടത്തിപ്പോണെന്നൊരു വാക്ക് പറഞ്ഞല്ലോ. ഞാൻ തൃശ്ശൂരിൽ വെച്ച് ആക്സിഡൻ്റ് ആയപ്പോൾ രാവിലെ 7:30 ആകുമ്പോൾ അവിടുത്തെ മണ്ണൂത്തി മദറോട് വിളിച്ചു, ഹലോ യേശുദാസ് എവിടെ പോയി? ദൈവത്തിന് സ്തോത്രം. പുറത്ത് പോയതാണ്, എവിടെ പോയെന്ന് അറിയത്തില്ല. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഒരു പരവേശം ഉണ്ടാകുന്നു, എന്തോ സംഭവിക്കാൻ പോകുന്നു. വീണ്ടും താൻ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിച്ചു, യേശുദാസ് വന്നോ? ദൈവത്തിന് സ്തോത്രം. ഇല്ല, വന്നില്ല പച്ച. എനിക്ക് എന്താ നേരത്തില്ല, ഹൃദയം ഭയങ്കര പൊട്ടുന്നു, എന്തോ സംഭവിക്കാൻ പോകുന്നു.
മൂന്നാമത് പ്രാവശ്യം താൻ വിളിച്ചപ്പോൾ എനിക്ക് അപകടം നടന്നതായ വാർത്തയാണ് താൻ കേട്ടത്. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് തന്നെ വന്നു. ആരും കാണിക്കില്ലെങ്കിൽ പോലും പറഞ്ഞു, എൻ്റെ മോനാ കിടക്കുന്നത്, എനിക്കൊന്ന് കാണണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു പിതാവും ഒരു മകനും എന്നതായ ഒരു ബന്ധത്തിൽ കൂടിയാണ് ഈ വെള്ളിയാഴ്ച വരെയും കാണുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാരെ എങ്ങനെ ബഹുമാനിക്കണം, വിശുദ്ധന്മാരോട് എങ്ങനെ നടക്കണം, വിശുദ്ധന്മാരോട് എങ്ങനെ സംസാരിക്കണം, വിശുദ്ധന്മാരെ ഏത് വിധത്തിൽ കാണണമെന്നതായ ബുദ്ധി ഉപദേശമെല്ലാം ഈ പിതാവ് താൻ ഇരുത്തിക്കൊണ്ട് പറയാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നിനും അർഹതയില്ലാത്ത ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നല്ലപോലെ ഈ അപ്പച്ചനെ അറിയാം. ദൈവത്തിന് സ്തോത്രം. എങ്കിലും താൻ ശ്രേഷ്ഠരായി, തൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരും തൻ്റെ കൂടെ നടക്കുന്നവർ ശ്രേഷ്ഠരായി തീരണമെന്നതായ ഉദ്ദേശത്തോടെ ഈ പ്രിയ പിതാവ് അതിനേറ്റതായ ഉപദേശം പറയും, അതിനേറ്റതായ ഗുണസമൊക്കെ പറയുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. അവസാന നിമിഷം വരെയും തൻ്റെ നടത്തിപ്പിനെ താൻ വിട്ടിട്ടേയില്ല. അവസാന നിമിഷം വരെയും താൻ വളരെ ഓർമ്മയോടെ നടത്തിപ്പ് പ്രകാരം തന്നെ ഈ പിതാവ് ജീവിച്ചു. എത്രയോ ഭക്തന്മാർ മരിക്കുന്നതും മരിച്ചിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഈ പിതാവിൻ്റെ ഒരു മരണം വളരെ ഒരു അത്ഭുതം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ പ്രായം വരെ ജീവിച്ചിട്ടുണ്ട്. പല വിധത്തിലുള്ള മരണ വാർത്ത കേട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു മരണം ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ എന്നതായ തിരുവചനം പോലെ ദൈവത്തിന് സ്തോത്രം. ഭക്തനായി ജീവിച്ചു, പരിശുദ്ധമായി ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, താൻ രോഗക്കിടക്കിലിരിക്കുമ്പോൾ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യാൻ നേരത്ത് തൻ്റെ തുണി അല്പം മാറിയിട്ടുണ്ടെങ്കിൽ പറയും, തുണി മാറിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതിലും താൻ വിശുദ്ധനായിരുന്നു. തൻ്റെ വിശുദ്ധിയെ കാത്തുകൊണ്ടാണ് താൻ ജീവിച്ചത് അവസാന നിമിഷം വരെയും. ദൈവത്തിന് സ്തോത്രം. സഹോദരിമാർ വരുന്നെന്ന് പറയുമ്പോൾ തൻ്റെ അനുവാദം ഇല്ലാതെ കയറ്റുവാൻ പറ്റില്ല. ദൈവത്തിന് സ്തോത്രം. താൻ ശരീരമെല്ലാം തുണിയിട്ട് പുതച്ച ശേഷമാണ് എന്നാ വരാൻ പറയുക എന്ന് മാത്രം ദൈവം. അത്രത്തോളം തൻ്റെ ജീവിതവും തൻ്റെ പ്രവൃത്തിയും തൻ്റെ ശുശ്രൂഷയും എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാതിരിയായി തന്നെ ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, അവസാന നിമിഷം വരെയും താൻ നടത്തിപ്പിന് വിട്ടുകൊടുത്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ. ദൈവത്തിന് സ്തോത്രം. ശാസിക്കുന്ന സ്ഥലത്ത് ശാസിക്കുകയും ദൈവത്തിന് സ്തോത്രം. ആരെ ഏത് വിധത്തിൽ കാണണം എന്നതായ ആ അവസാന നിമിഷം വരെയും വരുന്നതായ ഏത് വിശ്വാസി ആയാലും വരുന്നതായ ഏത് ജലക്കാരത്ത് ആയാലും താൻ വേണ്ടതായ നിർദ്ദേശമൊക്കെ കൊടുത്തു നടത്തി. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടി പറഞ്ഞോട്ടെ. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചാ യേശുദാസ് മോനും ഒന്നും കൊടുക്കാനില്ലേ, ഒന്നും പറയാനില്ല അപ്പച്ച, ഒന്നും പറയാനില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പച്ച യേശുദാസ് ഒന്നും പറയാനില്ലെന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. താൻ 10 മിനിറ്റ് മിണ്ടിയില്ല, 10-15 മിനിറ്റ് മിണ്ടാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനും വിചാരിച്ചു ഈ പിതാവ് എന്തു പറ്റി എന്ന്. ഞാൻ അവിടെ മുട്ടുകുത്തി ഞാനിങ്ങനെ വിഷമിച്ച് കണ്ണീരോടിരുന്നപ്പോൾ തൻ്റെ കൈ ചലിക്കുന്നത് ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. തനക്കൊരു പ്രത്യേക ഒരു അഭിഷേകമുള്ളപ്പോൾ ഈ കൈ ചലിക്കുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. താൻ മുട്ടിപ്പായി കറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് ഏത് കാര്യമായാലും അത് അങ്ങനെ അക്ഷരമായി നടക്കും, സാധിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു കൈ ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ പ്രവൃത്തിക്ക് വേണ്ടിയാണ് താൻ കൈ ചലിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കൈ ചലിപ്പിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എൻ്റെ തലയിൽ ഒരു കൈ വെച്ച്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ച ശേഷം ഞാൻ വിചാരിച്ചു എന്താ ഇങ്ങനെ പ്രാർത്ഥിച്ച്. ദൈവത്തിന് ഇങ്ങനെ പയ്യാണ് പ്രാർത്ഥിച്ചത്. എന്നിട്ടും ഞാൻ അവിടെ കറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തൻ്റെ കൈ അഭിഷേകത്തോട് വെച്ചിട്ട് ഞാൻ അവിടെ കറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാ നീ കരയുന്നത്? ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ പിതാവ് മരിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. 3 വർഷം മുമ്പ് എൻ്റെ പിതാവ് മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷെ ഈ അപ്പച്ചൻ മരിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റും. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും. ദൈവത്തിന് സ്തോത്രം. അനേക വിഷയം പറയാനുണ്ട്, അനേക സാക്ഷി പറയാനുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പച്ചൻ കാണിച്ചതായ നല്ല മാതൃകയെ ഞാൻ പിൻപറ്റിക്കൊണ്ട് എൻ്റെ നിത്യാവകാശത്തിന് പ്രാപിക്കുവാൻ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണമെന്ന് സാക്ഷി. ജീവിച്ചോ ക്രിസ്തൻ പേർക്കുരാപകൽ അധ്വാനം ചെയ്തു കർത്തനെ പോൽ ജീവിച്ചോ. സിയോനിലവർ പൊന്മുടി ചൂടിന, സ്വർഗ സിയോനിലവർ
പൊന്മുടി ചൂടി മഹത്വമോടെ വാണിടും മഹത്വമോടെ വാണിടും കാണും പ്രിയൻ പൊന്മുഖം ഓർക്കിലെത്രയാനന്ദം ഏക ആസമ്മേളനാദിനത്തിൽ ചേർന്നു നാം വേഗ ആസമ്മേളനാദിനത്തിൽ ചേർന്നു പാടിഘോഷിക്കും ആർത്തു പാടിഘോഷിക്കും. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ നമ്മളെ വിട്ട് മഹത്വമേറിയ സിയനിലേക്ക് പ്രവേശിച്ചതായ ബഹുമാനപ്പെട്ട അപ്പച്ചനെ കുറിച്ച് ചുരുക്കമായി സാക്ഷ്യഭരണ നടത്തിപ്പുകാരൻ അറിയിച്ചതുകൊണ്ട് ചുരുങ്ങിയ വാചകളിൽ രണ്ട് കാര്യം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 2005 മുതലാണ് ഈ അപ്പച്ചനുമായിട്ട് എനിക്ക് പരിചയപ്പെടുവാൻ ഇടയായിത്തീർന്നത്. അന്ന് മുതൽ മൊർദെഖായിയെ കുറിച്ച് വായിക്കുന്നത് പോലെ എല്ലാവരും ഒരു ഗുണകാംക്ഷിയും സഹോദരപ്രിയർക്ക് ശ്രേഷ്ഠനുമായി കാണപ്പെട്ടു. പല സന്ദർഭങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. തൻ്റെ കഷ്ടസമയങ്ങളിലും ചില ദിവസങ്ങളിൽ തന്നോടുകൂടെ ആയിരിക്കാനും ദൈവമായ കർത്താവ് എനിക്ക് സഹായിച്ചു. തിരുവതിൽ പിതാക്കന്മാർ ഏറെയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം കാണുന്ന പോലെ അധികമായി സ്നേഹിക്കുമായിരുന്നു. ചില കാര്യങ്ങൾ നേരിട്ട് വിളിച്ച് സംസാരിക്കും, സ്നേഹമായിട്ട് തന്നെ. ചിലപ്പോൾ അപ്പച്ചൻ്റെ വാക്കുകളും സംസാരങ്ങളും കേൾക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ എന്നോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കലും യാത്ര ചെയ്ത് വരുമ്പോൾ കൂട്ടുകാർ സംസാരിക്കും. ഞാൻ അപ്പോൾ ഓർക്കാറുണ്ട്, അപ്പച്ചൻ്റെ ഇതുപോലെ ഇത്രയും ശ്രേഷ്ഠനായൊരു വ്യക്തി കൂട്ടുകാരോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നല്ലോ എന്ന് ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ തന്നെ വളരെ ഗൗരവത്തോടെ ശാസിച്ചിട്ടുണ്ട്, അതുപോലെ സ്നേഹിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അപ്പച്ചൻ്റെ ശുശ്രൂഷത്തിന് ശേഷം ഞാൻ സിറ്റൗട്ടിലേക്ക് അങ്ങോട്ട് നിന്നപ്പോൾ ബ്രദറിനെ വിട്ട് വിളിപ്പിച്ച് തങ്കച്ചനെ വേഗം കാണണമെന്ന് പറഞ്ഞ് ഞാൻ അടുത്ത് ചെന്നു. അപ്പച്ചൻ്റെ അടുത്ത് മുട്ടുകുത്തി. അപ്പോഴെന്നോട് ചില കാര്യങ്ങൾ, ഭാവി കാര്യങ്ങളെക്കുറിച്ച് പ്രിയ പിതാവിനോട് ഓർപ്പിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ സ്തോത്രം. അത് ഞാനെപ്പോഴും അതിന് പറഞ്ഞതിന് ശേഷം ചിലപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എന്നെ അധികമായി സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ എന്നോട് അങ്ങനെ പറഞ്ഞതെന്ന് ഓർപ്പിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ പ്രിയ പിതാവിൽ മഹത്വത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു, ഉന്നതമായ അനുഭവം പ്രാപിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനും നല്ല അനുഭവത്തോടെ ജീവിച്ച് ആ പിതാവ് കാണിച്ചതായ മാതൃക പിൻപറ്റിക്കൊണ്ട് എൻ്റെ അവകാശം പ്രാപിക്കുവാനായി എല്ലാ പ്രിയപ്പെട്ടവരും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു സാർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ വേലയിൽ രായും പാലും അധ്വാനിച്ച് സ്വർഗത്തിൽ പ്രവേശിച്ച പ്രിയനായ ബേബിച്ചാനെ കുറിച്ച് 4 വാക്ക് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ തൻ്റെ കഷ്ടതയിൽ ഞാനും വന്ന് 2 ദിവസം ഇവിടെ പാർത്ത് തന്നെ ശുശ്രൂഷിപ്പാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ചില വർഷങ്ങളിൽ മലബാറിൽ കോഴിക്കോട് സെൻട്രലിൽ ബേബിച്ചാൻ്റെ കൂടെ കർത്താവിൻ്റെ വേല ചെയ്യുവാനുള്ള ഭാഗ്യം ഉണ്ടായി. ബേബിച്ചാനും ഞാനും ഒരു അപ്പനും മോനും പോലെ, എന്നെ വിളിക്കുന്ന മൂത്ത മോനെ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ കൂട്ടുവേലക്കാരും ഇവിടെയുള്ള സഹോദരന്മാരെല്ലാം കണ്ട് ചിരിക്കുമായിരുന്നു. എവിടെ പോയാലും എന്നെയും കൊണ്ട് യാത്ര ചെയ്തിട്ട് ബേബിച്ചാൻ്റെ കൂടെ ഞാൻ മൈലുകൾ സഞ്ചരിച്ചിട്ടുണ്ട്, മാസങ്ങൾ ജീവിച്ചിട്ടുണ്ട്, വർഷങ്ങൾ ജീവിച്ചെങ്കിലും ബേബിച്ചാൻ എൻ്റെ മുഖത്ത് നോക്കി കോപിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഒരു താഴ്മയുള്ള ഒരു പിതാവാണ്. ഞാൻ
ബേബിച്ചാൻ മലബാറിൽ നിന്ന് ട്രാൻസ്ഫറായി കോട്ടയത്ത് പോകുമ്പോൾ ഞാനാണ് വഴിയാത്ര അയച്ച് കൊണ്ടാക്കിയിട്ട് വന്ന് തിരിച്ച് ബേബിച്ചാന് ഇവിടെ ട്രാൻസ്ഫറായി വന്നപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൺവെൻഷന് വന്ന് കാണാൻ വന്നു. അത് മാത്രമല്ല, ഇവിടെ കൺവെൻഷന് വന്നപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചൂടുവെള്ളം വീണ് എൻ്റെ കൈ മൊത്തം പഴുത്തു. എന്നെ കാണാൻ ഇവിടെ നിന്ന് കാറ് കൊടുത്തുകൊണ്ട് 2 പ്രാവശ്യം റാന്നിയുടെ ലോക്കൽ വെച്ച് ഉച്ചറ വന്നു. എന്നിട്ട് എൻ്റെ കയ്യിൽ ഇവിടെ വെച്ചിട്ട് കൈ വെച്ചിട്ട് പറയും, കർത്താവേ ഇതുവരെ മതി. അതിനു മുമ്പ് മെഡ്രാസ് മുതൽ അറിയുന്നവരെല്ലാം പ്രാർത്ഥിച്ചു, പാസ്റ്റർ ബാബു ഗംഗാധരൻ മരിച്ചു പോകും, എൻ്റെ കൈയാകും പുറം പഴുത്തതാണ്. ഈ പ്രിയപ്പെട്ട പിതാവ് വന്ന് ഇവിടെ കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചു, മതി, ഇവിടെ മതി. ഞാൻ സുഖം പ്രാപിച്ച് തന്നെ കാണാൻ ഇവിടെ വന്നു. 2 ദിവസം തന്നെ ശുശ്രൂഷിച്ചു. ഞാൻ പോകുമ്പം പറഞ്ഞു, ഞാൻ മരിക്കും, നീ വന്നൊരു സാക്ഷിയൊക്കെ പറയുമോ? ഞാൻ പറയും, നിശ്ചയമായിട്ടും പറയും. ബേബിച്ചാൻ വാരി വിതറിക്കൊടുക്കുന്ന ഒരു നീതിമാനായിരുന്നു. 2.5 വർഷം കൊണ്ട് 11 വീടുകൾ വാങ്ങി, സ്ഥലം വാങ്ങി പണിത് വേലക്കാർക്ക് താക്കോല് കൊടുത്തു. ലക്ഷങ്ങൾ കോടികൾ കർത്താവിന്റെ വേലയിൽ. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ, ട്രാൻസ്ഫറായി പോകുമ്പോൾ തൻ്റെ കയ്യിലിരുന്ന സർവ്വമണവന്മാർ വേലക്കാർക്കും ദൈവമക്കൾക്കും കൊടുത്തിട്ടാണ് പോയത്. കൊടുക്കുന്നതിൽ ബേബിച്ചാൻ ഒരു കാലത്തും പിശുക്കളോനല്ല, വാരി വിതറി. ആഴ്ചയിൽ ഒരു ദിവസം എന്നെ ഫോൺ ചെയ്ത് വിളിക്കും, നിന്റെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇനി ആരും വിളിക്കാനില്ല. എപ്പോ വന്നാലും കൈ നീട്ടി എടുത്ത് കൈ നിറച്ച് കൊടുക്കും, ഇത് നിനക്കിരിക്കട്ടെ എന്ന് പറയും. ഒരപ്പനും മോനും പോലെ മദ്രാസിൽ പോയാലും ചിത്താപുരത്ത് പോയാലും അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ ഏത് സ്ഥലങ്ങളിൽ പോയാലും എനിക്ക് ഫോൺ ചെയ്തിട്ട് പറയും, മൂത്തുമോൻ വരട്ടെ എന്ന് പറയും. എന്നെയും കൊണ്ടായിരുന്നു താൻ സഞ്ചരിച്ചത്. ഞങ്ങളിൽ ഒരപ്പനും മോനും പോലെ ഇവിടെ ജീവിച്ചതാണ്. കോഴിക്കോടിന് തീരാത്തൊരു നഷ്ടം തന്നെയാണ്, വേലയിൽ തീരാത്തൊരു വിടവ് തന്നെയാണ്. കോട്ടയത്ത് ഒരു വീട് പണി തുടങ്ങുമ്പോൾ ഒരു കട്ട എടുത്തു വെച്ച് പ്രാർത്ഥിച്ചിട്ട്, ഞാൻ പറഞ്ഞു, ഇത് എറണാകുളത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് വേണം അച്ഛൻ ഈ പണി തുടങ്ങാനെന്ന് പറഞ്ഞു. 2 മാസം കൊണ്ട് 55 ലക്ഷം രൂപ എവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല. തനിക്ക് കിട്ടുമായിരുന്നു, താൻ ചെലവാക്കുമായിരുന്നു. തൻ്റെ വേലക്കാരോട് താൻ സ്നേഹമുള്ളവനായിരുന്നു, താൻ കരുണയുള്ളവനായിരുന്നു, ആരോടും സ്നേഹമായി ഇടപെടുമായിരുന്നു. ഇങ്ങനെയുള്ള പിതാക്കന്മാർ ഈ വേലയിൽ നിന്ന് പോയാൽ തീരാത്ത നഷ്ടം ഞങ്ങളുടെ ഒരുപാർക്കും സങ്കടമാണ്. ആരുടെയും കണ്ണുനീരെ തുടച്ചവരെ ആദരിക്കുന്ന ഒരപ്പൻ നഷ്ടപ്പെട്ടതിൽ വേലയിൽ തീരാത്ത നഷ്ടം. ആരും അങ്ങനെ വന്നിട്ടില്ല. എന്നെ കാണാൻ ഈ മലബാറിൽ നിന്ന് 2 പ്രാവശ്യം കാർ എടുത്തുകൊണ്ട് വന്നു. പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ മരിക്കുകയില്ല. റാന്നിയിൽ എല്ലാവരും പറഞ്ഞു ബാബു മരിക്കുമെന്ന്. വിശലിച്ചാൻ എനിക്ക് ഫോൺ ചെയ്തപ്പം പറഞ്ഞു, നീ മരിക്കാൻ പോകും. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. എന്നാൽ ആ ദിവസം മരണത്തിൻ്റെ വക്കുവരെ പോയി. വേവിച്ചാൻ്റെ പ്രാർത്ഥന കേട്ടു, ഉദാഹരണത്തില്ല, കൈ സൗഖ്യമായി, എൻ്റെ കൈ മടങ്ങുന്നു. സുഖമായിട്ട് വന്ന് ഞാൻ വേവിച്ചാനെ 2 ദിവസം ശുശ്രൂഷിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു. പോകാൻ നേരത്ത് താൻ നിറഞ്ഞ, നീ എന്നെ ഇട്ടേച്ച് പോകുകയാണെന്ന് ചോദിച്ചു, ഒരപ്പനും മോനും പോലെ. ഇനി എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഫോൺ ചെയ്യുന്ന ഒരു സെൻറ്റ് പാസ് ഉണ്ടെങ്കിൽ വേവിച്ച മാത്രമേ ഉള്ളൂ. അദ്ദേഹം സ്വർഗത്തിൽ പോയി. സ്വർഗത്തിൽ ലാഭം, വേലയ്ക്ക് തീരാ നഷ്ടം. കോഴിക്കോടുകാരും ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കളും ഈ തീരാ നഷ്ടം നികത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവം അവരുടെ മാതാപിതാക്കളെയും അവരുടെ സഹോദരങ്ങളെയും അവരുടെ ബന്ധുക്കളെയും ഒക്കെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.
നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പകൽക്കാലം ഇവിടെ വന്ന് ഈ പ്രിയ ബേച്ചാൻ്റെ അടക്കാരാധനയിൽ പങ്കെടുക്കുവാൻ ഒരു ചെറിയ സാക്ഷി പറയുവാനും ദൈവം എനിക്ക് ഇങ്ങനൊരു സന്ദർഭം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏകദേശം 9 വർഷം മുൻപ് ഞാൻ ഇതേ സ്ഥാനത്ത് നിന്ന് എൻ്റെ പിതാവ് മരിച്ചപ്പോൾ സാക്ഷ്യം പറഞ്ഞതാവുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ബേച്ചായൻ മരിച്ചപ്പോൾ ഇവിടെ വന്ന് 2 വാക്ക് പറയുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തിയതിനായ സ്തോത്രം. ചെറുപ്രായം മുതൽ ബേച്ചാനെ അറിയാമെങ്കിലും 1981 വർഷത്തിലാവുന്നു ഈ പ്രിയ ബേച്ചാനോടുകൂടെ മൂന്നാറിൽ താമസിക്കുവാൻ എനിക്ക് ഇടയായത്. ഞാൻ അന്ന് എൻ്റെ അപ്പച്ചൻ അവിടേക്ക് സ്ഥലം മാറിപ്പോയപ്പോൾ ഞാനും എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഫെയ്ത്ത് ഹോമിലേക്ക് ചെന്നപ്പോൾ ബേച്ചാൻ അവിടെ അസിസ്റ്റൻ്റായിട്ട് അപ്പച്ചൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് കണ്ട ആ സ്നേഹം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചൊവ്വാഴ്ച രാവിലെ ഇവിടെ വന്ന് ബേച്ചാനെ കാണുകയുണ്ടായി. അന്ന് വരെയും ആ സ്നേഹം ദൈവസ്നേഹം തുടരുവാൻ ദൈവം സഹായിച്ചു. അന്ന് എന്നെ മേഴ്സി എന്നാവുന്ന അറിയുന്നെങ്കിലും എനിക്കൊരു പേരുണ്ട് അമ്മിണിയൻ. എന്നാൽ ബേച്ചാൻ എന്നെ കൊച്ചമ്മിണിയെന്നെ വിളിക്കുള്ളായിരുന്നു. എവിടെ വെച്ച് കണ്ടാലും ആ സ്നേഹം ബേച്ചാലിന് അനുഭവിപ്പാൻ ദൈവസ്നേഹം, ഒരു പിതാവിൻ്റെ സ്നേഹം, എൻ്റെ മൂത്ത സഹോദരൻ്റെ പേരും ബേബി എന്നാവുന്നു. അതുപോലെ ഒരു സ്നേഹം അനുഭവിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. അതിനുശേഷം ഞാൻ എറണാകുളത്തേക്ക് സുശേഷയിലേക്ക് ഇറങ്ങിപ്പോയി എറണാകുളത്തേക്ക് സ്ഥലമാറ്റമായി വന്നപ്പോൾ പ്രിയ ബേച്ചാനും അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 5 വർഷത്തോളം ഞാൻ എറണാകുളം സെൻട്രൽ ഫെയ്ത്ത് ഹോമിലും ബേച്ചാൻ അതിൻ്റെ ലോക്കലിലുമായി കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. പിതാക്കന്മാരെ അറിയില്ലാതിരിക്കുന്ന ഈ കാലത്ത് ഈ പിതാക്കന്മാരെ പോലെയുള്ളവരെല്ലാം കർത്താവ് ചേർത്തുകൊള്ളുന്നല്ലോ എന്നോർക്കുമ്പോൾ വളരെ ദുഃഖമുണ്ട്. എങ്കിലും ബേച്ചാൻ കാണിച്ച നല്ല മാതൃകയെ പിൻപറ്റുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അന്ന് ബേച്ചാൻ സെൻട്രൽ ഫെയ്ത്ത് ഹോമിലായിരിക്കുന്ന സമയങ്ങളിലെല്ലാം ഒരു സ്തോത്ര പ്രാർത്ഥന പോലും മുടക്കിയില്ല. എല്ലാ സ്തോത്ര പ്രാർത്ഥനയ്ക്കും വന്നാൽ ഒന്നാമത് അന്വേഷിക്കുന്നത് ഞങ്ങളെ ആവുന്നു. അങ്ങനെ ആ സ്തോത്ര പ്രാർത്ഥനകളിലും എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ബേച്ചാൻ വളരെ വിശ്വസ്തനായിരുന്നു. ഒരു പിതാവിനെ പോലെ കരുതുന്ന സ്വഭാവം ബേച്ചാനുണ്ടായിരുന്നു. ഞാൻ തിരുവല്ലായുടെ ലോക്കലിലാവുന്നു. അവിടെ ബേച്ചാൻ കോട്ടയത്തായിരുന്ന സന്ദർഭങ്ങളിൽ പല സന്ദർഭങ്ങളിലും ഞാൻ അറിയാതിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഫോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ബേബിയാണ് വിളിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കും ബേച്ചാൻ അപ്പച്ചനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ കൊച്ചമ്മണി ഞാൻ ബേബിയാന്ന് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങളുടെ സുഖവിവരങ്ങളെല്ലാം അന്വേഷിക്കുവാനും ബേച്ചാൻ വളരെ കരുതലുള്ളവനായിരുന്നു. എൻ്റെ സഹോദരി മൂന്നാറിൻ്റെ പ്രദേശത്ത് സൗഖ്യമില്ലാതിരുന്ന സന്ദർഭത്തിൽ ബേച്ചാൻ 2 പ്രാവശ്യം ഒരു പിതാവിനെ പോലെ എല്ലാ കരുതലോടുകൂടെ തന്നെ ചെന്ന് കാണും. അതിനു മുൻപായി എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ മൂന്നാറിലേക്ക് പോവുകയാവുന്നു, ഉമ്മയെ കാണുവാനാവുന്നു പോകുന്നത്. അങ്ങനെ അതുപോലെ 2 പ്രാവശ്യം എൻ്റെ സഹോദരി അവിടെ സുഖമില്ലാതെ കിടന്നപ്പോൾ താൻ അതിരാവിലെ ഫെയ്ത്ത് ഹോമിൽ ആരോടും പറയാതെയാവുന്നു പോകുന്നത്, ഞാനൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞ് 2 പ്രാവശ്യം എൻ്റെ സഹോദരിയുടെ ആ കഷ്ടസമയത്ത് പോയി കാണുവാൻ ഒരു പിതാവിനെ പോലെ തന്നെ കരുതുവാനും ദൈവം സഹായിച്ചു. ഇങ്ങനെയുള്ള പിതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലയളവിൽ പിതാക്കന്മാരായുള്ളവരെ ദൈവം തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദരൻ ഞങ്ങൾ 3 പേര് കർത്താവിൻ്റെ ശുശ്രൂഷയിലുണ്ട്. ഈ 3 പേരോടും ബേച്ചാൻ വളരെ ആത്മാർത്ഥതയും ഒരു പിതാവിനെ പോലെ കരുതുന്ന അനുഭവങ്ങളും ഉണ്ടായിരുന്നു. ആകയാൽ ബേച്ചാനെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ വേറെ സ്ഥലം വരെ പോവുകയുണ്ടായി. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ എന്നെ കാണുവാൻ വന്നിട്ട് നീ എൻ്റെ അടുത്ത് ഇരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. അതെനിക്ക് വളരെ ജീവിതത്തിൽ വലിയൊരു ദുഃഖമായിപ്പോയി. അതുകൊണ്ടാവുന്നു ഞാൻ വീണ്ടും തിരിച്ചു വന്നത്. 2 വാക്ക് ബേച്ചാനെ കുറിച്ച് പറയുവാനും ബേച്ചാൻ കാണിച്ച നല്ല മാതൃകയെ പിൻപറ്റുവാനും സിയോനിൽ ബേച്ചാനോടും കർത്താവിനോടും കൂടെ കാണപ്പെടുവാനും ഞാനും എൻ്റെ ശുശ്രൂഷ തികച്ച് സിയോനിൽ കാണപ്പെടുവാനും ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ടിരുന്നു. നിന്നുടെ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ തന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുവെന്നും നിൻ മഹാ
ബേബിച്ചാൻ്റെ ഇഷ്ടപ്പെട്ട അനേക പാട്ടുകളിൽ അധികം ഇഷ്ടപ്പെട്ട പാടുന്ന ഒരു പാട്ടാണ് ഈ വരികൾ. അതുകൊണ്ട് ഞാൻ പാടിയെന്ന് മാത്രം. 1984 ഞാനും ബേബിച്ചാനുമായി ആദ്യമായി കാണുന്നത്. മദ്രാസിൽ നിന്ന് എറണാകുളത്തേക്ക് സ്ഥലമാറ്റമായപ്പോൾ അദ്ദേഹം അവിടെയുണ്ട്. എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, ഒരു ജ്യേഷ്ഠനും അനിയനും എന്നുള്ള നിലയിലായിരുന്നു ആരംഭം. എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിന് എൻ്റെ സാമീപ്യം അത്യന്താപേക്ഷിതമായിരുന്നു. എടുത്തു പറയത്തക്കതായ ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് ദിവസത്തിലിരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, താനൊരു സുവിശേഷദാഹിയായിരുന്നു. എറണാകുളത്തെ പെരുവ, കോതമംഗലം മുതലായ സ്ഥലങ്ങളിലെ വേല ആരംഭിക്കുവാൻ ഇദ്ദേഹം പെട്ട പാടുകൾ എനിക്കും ചില സ്വരങ്ങൾ നന്നായിട്ട് അറിയാം. ഒരു വേല സ്ഥാപിക്കുവാൻ, ആത്മാക്കളെ നേടുവാൻ എന്ത് പാടുപെടണമോ ഒരു സങ്കോചവും കൂടാതെ പാടുപെടുന്ന ഒരു വ്യക്തിയായിരുന്നു ബേബിച്ചാൻ. അതേ സമയത്ത് കർത്താവിൻ്റെ വേലക്കാരെക്കുറിച്ചുള്ള ഒരു കരുതൽ ധാരാളമായി ഉണ്ടായിരുന്നു എന്നുള്ളത് അനുഭവത്തോടെ മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അവർക്ക് കൊടുക്കേണ്ടതായ സ്നേഹവും ബഹുമാനവും കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പെരുവ എന്ന സ്ഥലത്ത് ഒരു ഷെഡ് പണിയുവാൻ വേണ്ടി താൻ പുറപ്പെടുകയാണ്. എന്നെ കൂടെ വിളിച്ചു. അപ്പോൾ വഴിയരിൽ നിന്ന് കുറെ കെട്ട് ഓല വാങ്ങിക്കണം. അതിനുവേണ്ടി ഒരു വിശ്വാസം കൂട്ടിയിരുന്നു. തക്ക സമയമായപ്പോൾ അദ്ദേഹത്തെ കണ്ടില്ല. അത് ചുമന്ന് വണ്ടിയിൽ കയറ്റണം. ഞാൻ മാത്രമേ കൂടെ ഉള്ളൂ. അദ്ദേഹം വന്നിട്ടുമില്ല. എന്തു ചെയ്യും? ഞാൻ പറഞ്ഞു വെച്ച്, ഞാനിവിടെ ഉണ്ട്, ഞാൻ കയറ്റിക്കോളാം. ഇല്ല, താൻ കയറ്റണ്ടോ? ഇല്ല, കുഴപ്പമില്ല, ഞാൻ കയറ്റിക്കോളാം. ഒരു സുവിശേഷ വേലക്കാരനെ കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കുന്നതിൽ തനിക്കൊരു സങ്കോചം ഉണ്ടായിരുന്നെങ്കിലും വേറെ ഗത്യന്തരമില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ അത് ചുമന്ന് കയറ്റി. ആ സ്ഥലത്തെ വേല ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ സഭായകം അദ്ദേഹം നടത്തും. ബൈബിശ്രീനോട് നടത്താൻ പറഞ്ഞു. അങ്ങനെയാണ് പെരുവ വേലയുണ്ടായത്. കോതമംഗലത്തും അതുപോലൊക്കെ തന്നെ. മാത്രമല്ല, ദൈവത്തിൻ്റെ ഗണത്തിൽ വായിക്കുന്നു, അവൻ സകലവും നന്നായി ചെയ്തുവെന്ന്. ബേബിച്ചാൻ ഏത് വിശ്വാസത്തോട് പണിതാലും എന്തെങ്കിലും ഒപ്പിച്ചു വെക്കുന്ന പരിപാടിയില്ല. നന്നായി ചെലവിട്ട് ചെയ്യുന്നത് നന്നായി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് തനിക്കുള്ളത്. ഒരു രാജാതുല്യമായ ഒരു ഇടപെടൽ അതങ്ങനെയൊന്നും ചെയ്യണ്ട. ചെയ്യുമ്പോൾ നന്നായി ചെയ്യണം. അത് ചെറിയ വിശ്വാസത്തോടോ 15 പേര് കൂടുന്നതോ അല്ല, കുറച്ച് ഭാവിയെ കണ്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിവിടെ ഈ സെൻറ്ററിൽ പല വിശ്വാസത്തോടും അങ്ങനെയാണ് പണിത് വെച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ വേല വളരും, ആത്മാക്കൾ വർദ്ധിക്കും. അന്ന് പുള്ളിച്ചൂടാൻ ഇടയാകരുത്. നന്നായി ചെയ്യുന്ന ഒരു പ്രക്രിയ, ചെലവിട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം തനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ വേലക്കാരെക്കുറിച്ചുള്ള കരുതൽ തനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് പലർക്കും അറിയാൻ കഴിഞ്ഞില്ല. ഞാനും അദ്ദേഹത്തെ കരുതൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാനത് മനസ്സിലാക്കിയത് ഈ അടുത്തിടെയാണ്. എല്ലാവരെക്കുറിച്ചും എനിക്ക് മനസ്സിൽ ചിന്തയുണ്ട്. ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസം 30-ാം തീയതി ഒരു വലിയ ആക്സിഡൻറ്റിൽ പെട്ടുവാനിടയായി തീർന്നു. പെട്ടെന്ന് അദ്ദേഹം വെളുപ്പാങ്കാലത്ത് വിവരം അറിഞ്ഞു. തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന അസ്വസ്ഥത എങ്ങനെ പറഞ്ഞറിയിപ്പാൻ കഴിയും എനിക്കറിയില്ല. അന്ന് വൈകിട്ട് ഞാനിവിടെ എത്തി. എന്നെ ഇവിടെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും, എനിക്കറിയില്ല ഇങ്ങനെ ദൈവത്താൻ്റെ വേലക്കാരെ കരുതുന്ന അല്ലെങ്കിൽ വേലക്കാരെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നുള്ളത് ഞാൻ വൈകിയാണ് മനസ്സിലാക്കിയത്. മാത്രമല്ല, താഴ്മയുടെ കാര്യത്തിൽ മുമ്പ് ഉള്ള വേലക്കാർ പലരും പറഞ്ഞു. ശരി തന്നെയാണ്. പെരുവ ജംഗ്ഷനിൽ പരശുവ നടക്കുമ്പോൾ ഞാനാണ് കൂടെ ഉള്ളത്. വെച്ചാൽ എനിക്ക് അത്യാവശ്യമായിട്ട് ഫെയ്ത്തം വരുന്ന പോയിട്ട് വരാം, ഇവിടെ താൻ വേഗം പോയിട്ട് വരണം എന്ന് പറഞ്ഞ് എന്നെ അയച്ചു. ഞാൻ എൻ്റെ വരവ് കാത്തു നിൽക്കണം, മറ്റാരെന്ന് എനിക്ക് പോരാ. ഞാൻ പോയ വഴിക്ക് ഒരു ലോറി സൈഡ് കൂടുതലെടുത്തു. എൻ്റെ വണ്ടി 2 വീലറിലാണ് പോയത്. വണ്ടി റോഡിന് താഴെ വീണു. ഞാൻ താഴെ മറിഞ്ഞു വീണു. കാല് പൊട്ടി. ആകെ പ്രശ്നമായി. തിരിച്ച് ഇവരെന്നെ അദ്ദേഹത്തെ അറിയിക്കാൻ എനിക്ക് സാധിക്കണം. മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലം. ഞാൻ തിരിച്ച് പോയില്ല. അദ്ദേഹം രോഷം പൂണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ആ പരിപാടി നടത്തിയിട്ട് തിരിച്ചു വന്നു.
ഞാൻ വിശ്വാസമുള്ള അങ്ങനെ ഇരിപ്പുണ്ട്. ദേഷ്യത്തോടു കൂടെയാണ് വന്നത്. ആ ദേഷ്യത്തിലൂടെ തന്നെ എന്നെ ശകാരിക്കാനും തുടങ്ങി. ചോദിച്ചാൽ ഞാനിങ്ങോട്ട് വന്ന വഴിക്ക് ഒരു ലോറി ഇങ്ങനെ സൈഡ് ഞാൻ താഴെ വീണു, കാലൊക്കെ പൊട്ടി ഇങ്ങനെ ഇരിക്കുകയാണെന്ന് കാണിച്ചു കൊടുത്തപ്പോൾ, എടോ ദൈവനാമത്തിനോട് ക്ഷമിക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ എന്നോട് ക്ഷമ ചോദിച്ചു. ഞാൻ കൊച്ചു പയ്യനാന്ന് വന്നിട്ടേ ഉള്ളൂ. അതുപോലെ മറ്റു പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഈ അവസാന സമയത്ത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയിൽ ഞാൻ ഒരാഴ്ച കൂടെ ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം എന്നെ വിളിച്ചു. ആദ്യത്തെ പ്രാവശ്യം എല്ലാവരും പുറത്തു പോ, എനിക്ക് റജോട് സംസാരിക്കണം. കുറേ കാലങ്ങളോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. വീണ്ടും കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു, വ്യാഴാഴ്ച വൈകിട്ട്. അന്നേരവും പറഞ്ഞ് എല്ലാവരും പുറത്തു പോവുക, എനിക്ക് ചില കാര്യം സംസാരിക്കാനുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് വെള്ളം തരാൻ പറഞ്ഞു. മറ്റൊരു സഹോദരൻ വെള്ളം എടുത്തു കൊടുത്തു. രജിയുടെ വേഗം കൊടുക്കുക വെള്ളം. ഞാനും 2 സ്പൂൺ വെള്ളം കൊടുത്തു. പെട്ടെന്ന് പോകേണ്ട കാര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ രാത്രി പോയി. പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോൾ താൻ പ്രിയം കർത്താവിൽ ചേർക്കപ്പെടുകയും ചെയ്തു. വേലയിൽ കഷ്ടപ്പെടുവാൻ ഒരുക്കമുള്ള ഒരു ദേവദാസൻ, തൻ്റെ സ്ഥാനമോ മാനമോ നോക്കാതെ പാടുപെടുവാൻ തയ്യാറുള്ളതായ ഒരു ദേവദാസൻ നമ്മെ വിട്ട് കടന്നുപോയി. കർത്താവിൻ്റെ വേലക്കാരെക്കുറിച്ച് കരുതലുള്ളതായ ഒരു ദേവദാസൻ കടന്നുപോയി. വളരെ താഴ്മയും സൗമ്യതയും ചെലവിടുവാനും ചെലവായി പോകുവാനും ഒരുക്കമുള്ള ഒരു ദേവദാസൻ കടന്നുപോയി. എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ മൂത്ത സഹോദരനാണ്. ഒരു മൂത്ത സഹോദരൻ്റെ സ്ഥാനത്ത് ഞാൻ അത് കണ്ടിരുന്നു, അങ്ങനെ ആയിരുന്നു. എന്നാൽ താൻ കാണിച്ച നല്ല മാതൃ പിൻപറ്റിക്കൊണ്ട് എൻ്റെ ഓട്ടം ഓടി അവസാനിപ്പാൻ ദൈവം കൃപ തരേണ്ടതിന് എല്ലാ ദൈവമക്കളുടെയും കർത്താവിൻ്റെ വേലക്കാരെയും പ്രാർത്ഥന ക്ഷണിച്ചുകൊണ്ട് എൻ്റെ സാക്ഷിക്കുന്നു. താഴ്വരയിലെ താമര തുല്യം മുള്ളുകൾക്കിടയിൽ റോസാസവം. താഴ്വരയിലെ താമര തുല്യം മുള്ളുകൾക്കിടയിൽ റോസാസവം. വിവിധ ശോധനകളിൻ മധ്യത്തിൽ വിശുദ്ധന്മാർ സൗരഭ്യമായല്ലോ. വിവിധ ശോധനകളിൻ മധ്യത്തിൽ വിശുദ്ധന്മാർ സൗരഭ്യമായല്ലോ. എന്നു ചേർന്നിടും ഞാൻ യേശുവോട് സിയോനിൽ. എന്നു ചേർന്നിടും ഞാൻ യേശുവോട് സിയോനിൽ. എന്നാകുലങ്ങളെ മറന്നു എന്നു ഞാൻ ജയഗീതം പാടിടും. എന്നാകുലങ്ങളെ മറന്നു എന്നു ഞാൻ ജയഗീതം പാടിടും. വിശുദ്ധരോടൊത്തു ഞാൻ. ദൈവത്തിന് സ്തോത്രം. സന്ദർഭത്തിൽ സാക്ഷി പറയാൻ ദൈവം അവസരമൊരുക്കിയതിനാണ് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ 15-ാമത്തെ വയസ്സ് മുതൽ എനിക്ക് ഈ പിതാവിനെ പരിചയമുണ്ട്. ക്രിസ്തുവിൽ ഗുരുക്കന്മാർ ഏറെ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെ ഇല്ല എന്ന് പറയുന്നു. അതിൻ്റെ പ്രകാരം എനിക്കൊരു പുത്രതുല്യനായിരുന്നു അപ്പച്ചൻ. ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ നിരാശയുടേതായ ചില നാളുകൾ കഴിഞ്ഞു പോകുമ്പോൾ ഈ പിതാവ് ഒരിക്കലും എന്നെ വിളിച്ച് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്നതിനിടയായി. അതെൻ്റെ ജീവിതത്തിൽ വളരെ ധൈര്യം പകർന്നു തന്നു. അതിനുശേഷം ഞാൻ ശുശ്രൂഷയ്ക്കായി ഇറങ്ങി ഈ കോഴിക്കോടിൻ്റെ പ്രദേശത്തേക്കാണ് 94 വന്നത്. അതിന്
ഇവിടെയും അപ്പച്ചനോടുകൂടെ 2 വർഷത്തോളം ശുശ്രൂഷ ചെയ്യാൻ കർത്താവിനെ സഹായിച്ചു. പലപ്പോഴും തുറന്ന് കർശനമായി ശാസിക്കുകയും സ്നേഹത്തോടെ പിന്നീട് വിളിച്ച് ഉപദേശിക്കുകയും പതിവായിരുന്നു. ശാസിക്കുന്നത് പ്രാർത്ഥനാ വിഷയങ്ങളായിരുന്നു, വേറെ ഒന്നിലും അപ്പച്ചൻ വഴക്ക് പറഞ്ഞിട്ടില്ല. പ്രാർത്ഥനാ വിഷയങ്ങൾ അപ്പച്ചൻ കർശന സ്വഭാവമുള്ളവനായിരുന്നു. പലപ്പോഴും എനിക്കത് കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അപ്പച്ചൻ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, കർശനമായി തന്നെ ശാസിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ ശിക്ഷിക്കുന്നതിനപ്പുറമായി എന്നെ മുട്ടുമേൽ വരെ നിർത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്ക് ആദ്യം വിഷമം തോന്നി, പിന്നെ എന്നെ വിളിച്ച് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കുക പതിവായിരുന്നു. അപ്പച്ചൻ്റെ ആദ്യകാല ജീവിതത്തിലെ പലവിധമായ പ്രയാസങ്ങളെയും ശോധനകളുടെയും നിന്ദകളുടെ കാര്യങ്ങളെല്ലാം ചിലപ്പോഴെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അതിലൂടെയെല്ലാം കർത്താവ് അപ്പച്ചനെ സൗരഭ്യമാക്കി തീർത്തു. അവസാന കാലഘട്ടങ്ങളിലും നിരവധി കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നെങ്കിലും കർത്താവ് അപ്പച്ചനെ മാനിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അന്ത്യം കർത്താവ് അപ്പച്ചന് നൽകി. പലപ്പോഴും അപ്പച്ചൻ വഴക്ക് പറയുമ്പോൾ അപ്പച്ചന് പണ്ട് ഹാർട്ടിന് അസുഖം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, അപ്പച്ചന് ഹൃദയമില്ലാത്തൊരു ആളാണല്ലോ എന്ന് ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് അപ്പച്ചൻ വിളിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു പിതാവിൻ്റെ സ്നേഹത്താൽക്കും ഉപരിയായി ഉള്ള സ്നേഹം എനിക്ക് അപ്പച്ചനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പച്ചൻ പ്രാർത്ഥനാ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനുഭവം കാണുമ്പോൾ പലപ്പോഴും അത് എൻ്റെ ജീവിതത്തിലും ഒരു ഉണർവിന് കാരണമാക്കി തീർത്തിട്ടുണ്ട്. അപ്പച്ചൻ കാണിച്ചു തന്ന മാതൃക പ്രകാരം ജീവിച്ച് എനിക്ക് വെച്ചിരിക്കുന്ന അവകാശം പ്രാപിപ്പാൻ എൻ്റെ ജീവിതവും എൻ്റെ ശുശ്രൂഷയും ദൈവത്തിന് വിശുദ്ധന്മാർക്ക് സൗരഭ്യമായി കാണപ്പെടുവാനും നല്ലൊരു അന്തം കർത്താവ് എനിക്ക് തരുവാനും എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് സ്തോത്രം. അപ്പച്ചനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ട്, എങ്കിലും എവിടെ നിന്ന് ആരംഭിക്കണമെന്നറിയില്ല. ഞാൻ വിലക്കിറങ്ങും മുമ്പ് തന്നെ ഈ അപ്പച്ചനുമായിട്ട് പരിചയമുണ്ടായിരുന്നു. വിലക്കിറങ്ങിയ ശേഷമായിട്ട് 3.5 വർഷം തൃശ്ശൂരിൽ തന്നെ നോക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഞാൻ ഈ സ്ഥാനത്ത് നിൽക്കുവാൻ തന്നെ കാരണം അപ്പച്ചൻ തന്നെയാകുന്നു. സംസാരിക്കുവാൻ കഴിവൊന്നുമില്ലാത്തതായ എന്നെ മദ്രാസിൽ കൊണ്ടുപോകുമ്പോൾ അന്നുണ്ടായിരുന്ന ചീഫ് പാസ്റ്റർ ചോദിച്ചു, ഈ പയ്യനെയും കൊണ്ടാണോ നീ ഇവിടെ വന്നത്? അവൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും അവനെ കളിയാക്കും, നീ അവനങ്ങ് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പച്ചൻ ആ മാത്രമേ ഒന്നും പറയാതെ സ്നേഹത്തോടെ അതേ കാരണം തന്നെ എന്നെ മടക്കി തൃശ്ശൂരിലേക്ക് കൊണ്ടുവരികയുണ്ടായി. തൻ്റെ യാത്രകളിലെല്ലായിടത്തും എവിടെ പോയാലും ഞാൻ തന്നോട് കൂടെ പോകുമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ പഠിക്കുവാൻ കഴിഞ്ഞു. പ്രത്യേകം വൃത്തിയുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും വൃത്തിയോടെ ചെയ്യണമെന്ന് താൻ പറയുമായിരുന്നു. കാര്യങ്ങളൊന്നും താൻ പറയാറില്ല, എങ്കിലും നാം അറിഞ്ഞ് ചെയ്യണം എന്നുള്ളതാണ് തൻ്റെ പ്രമാണമായിരുന്നത്. കർത്താവിന് സ്തോത്രം. എൻ്റെ ജീവിതയാത്രയിൽ പല സന്ദർഭങ്ങളും വിശ്വാസയാത്ര ഞാൻ ചെയ്യുകയുണ്ടായി. മദ്രാസ് ട്രെയിനിങ്ങില്ല എങ്കിൽ തന്നെ തൃശ്ശൂരിൽ വന്നിട്ട് ചില സ്ഥലങ്ങളിൽ ഞായറാഴ്ച രാവിലെ സഭായാനം നടത്തുവാൻ വേണ്ടി ഇരിഞ്ഞാലക്കുട എന്ന സ്ഥലത്ത് തന്നെ രാത്രിയിലൂടെ പറയുകയുണ്ടായി, നീ നാളെ സഭായം നടത്താൻ പോണ ഇരിഞ്ഞാലക്കുടയിൽ കണ്ടീഷനുണ്ട്, 1 പൈസ പോലും തരില്ല. ഏതാണ്ട് 22 കിലോമീറ്റർ ഉണ്ട് തൃശ്ശൂരിൽ നിന്നും. ആരോടും നീ പൈസ ചോദിച്ച് വാങ്ങരുത്, ആരുടെയും വണ്ടി കൈ കാണിച്ച് നീ നിർത്തി പോകുവാൻ പാടില്ല. നിന്നെ ആരെങ്കിലും വിളിച്ച് കയറ്റുന്നുവെങ്കിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ ഡ്രസ്സ് മാറി രാവിലെ 5 മണിക്ക് തന്നെ അപ്പച്ചൻ്റെ റൂമിൽ ചെന്നു. ഞാൻ പോകാൻ പോവുകയാണ്, കണ്ടീഷൻ കേട്ടല്ലോ എന്ന് പറഞ്ഞു. അതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഏതാണ്ട് 5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബൈക്കുകാരൻ വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു ഇരിഞ്ഞാളെ കുടയ്ക്കാമെന്ന് പറഞ്ഞു. എന്താ രാവിലെ വല്ല വട്ട് വല്ലതും ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. എന്നാൽ താൻ ഏതാണ്ട് 14 കിലോമീറ്ററോളം തന്നെ താൻ എന്നെ കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്ന് ഞാൻ വേറൊരു വാഹനത്തിൽ ഒരാളെന്നെ വിളിച്ച് കയറ്റി കൊണ്ടുപോയി. അങ്ങനെ അന്ന് അവിടെ നിന്ന് പോയിട്ട് വരുമ്പോൾ അവിടെ സഭയിൽ നിന്നും 450 രൂപ എൻ്റെ കയ്യിൽ കിട്ടി. അന്ന് 10 രൂപ മാത്രമേ ഉള്ളൂ വണ്ടിക്കൂലി. ഞാൻ ബാക്കി പൈസ മദറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ സെൻട്രൽ ഫെയ്ത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപ തന്നെ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 450 രൂപ കിട്ടി. ഞാൻ പറഞ്ഞ കണക്ഷൻ പ്രകാരമാണോ പോയത്? അതേ എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ ഒരു പ്രാവശ്യം കുന്നംകുളത്ത് അവിടെ വീട് പണി നടക്കുന്ന സന്ദർഭത്തിൽ രാത്രി എന്നോട് പറഞ്ഞു, സഹോദരിമാരെല്ലാം കൂട്ടി നമുക്ക് രാവിലെ എല്ലാ ദിവസവും പോകാറുണ്ട്. ദിവസം രാവിലെ എന്നോട് പറഞ്ഞു, രാവിലെ തന്നെ നീ നമുക്കെല്ലാവർക്കും ഒരുങ്ങി അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു, നീയും വരണം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും ഞാൻ പോകാറുണ്ട്. ഒരു ദിവസം ആ ദിവസം ഞാൻ രാവിലെ 6 മണിയായപ്പോൾ താനിങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ ഡ്രസ്സെല്ലാം മാറി വാഹനത്തിൽ എല്ലാവരും കൂടെ പോകുന്ന സന്ദർഭത്തിൽ കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ തൻ്റെ ബാഗ് താൻ ജോൺസൺ അച്ഛനോട് ചോദിച്ചു, ജോൺസൺ എൻ്റെ ബാഗ് എന്തി? അപ്പോൾ ഞാൻ പുറകിൽ നിന്ന് വണ്ടിയുടെ പുറകിൽ നിന്ന് ഞാൻ വിളിച്ച് പറഞ്ഞു, അപ്പം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ആരുടെ വണ്ടി കയറാൻ പറഞ്ഞത്? ഇനി ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. ഞാനവിടെ ഇറങ്ങി ബാഗ് അപ്പച്ചൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ നേരെ ഹോളിലേക്ക് വന്നു. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുന്നംകുളത്തെത്തിയ ശേഷമായിട്ട് വീണ്ടും അപ്പച്ചൻ വിളിച്ച് പറഞ്ഞു, എടാ നീ വേഗം അടുത്ത വണ്ടിക്ക് വേഗം ഇങ്ങ് പോര് എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ സ്തോത്രങ്ങളുള്ളതായ പാതകളിലൊക്കെ നടത്തുവാൻ കർത്താവ് തന്നെ സഹായിച്ചു. നടക്കുവാൻ കർത്താവ് എനിക്കും കൃപ നൽകി. അത് മാത്രമല്ല ഇവിടെ നിന്ന് ലോക്കലിലേക്ക് കോഴിക്കോട് സെൻറ്റർ മാറ്റമായിട്ട് വരുമ്പോൾ എന്നെ ലോക്കലിലേക്ക് അയക്കുമ്പോൾ ഒരു പൈസ പോലും വണ്ടിക്കൂലി തന്നില്ല. എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ ഈ 3.5 വർഷം നിന്നിട്ട് എന്താണ് നീ പഠിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിശ്വാസം പഠിച്ചു എന്ന് പറഞ്ഞു. പഠിച്ചോ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. ശരി എന്നാൽ നീ മംഗളാമിലേക്ക് നിനക്ക് സ്ഥലം മാറ്റമാണെന്ന് പറയുകയുണ്ടായി. വാസ്തവമായിട്ടും ദൈവം ജയത്തോടെ നടത്തി 2.5 വർഷക്കാലം മംഗളാമിലിരുന്നു. കർത്താവ് വലിയ കാര്യങ്ങളോട് പ്രവർത്തിക്കുകയുണ്ടായി. തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് എനിക്ക് സ്ഥലമാറ്റമായപ്പോൾ എനിക്കും അപ്പച്ചനും ഒരുപോലെയായിരുന്നു സ്ഥലമാറ്റം ഉണ്ടായിരുന്നത്. അപ്പോൾ അപ്പച്ചനെ മംഗൾഡാമിലേക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എടാ ദൈവം നീതിയായി ചെയ്തു, നിനക്കും കോഴിക്കോടാണല്ലോ മാറ്റം, അപ്പോൾ എനിക്ക് സഹായമായല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അറിയുന്നവരെല്ലാവരും വിളിച്ചു പറഞ്ഞത് എന്ത് വേണം, സ്വന്തം അപ്പച്ചനും തന്നെ എനിക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് 12 ദിവസം സെൻട്രൽ ഫെയ്ത്ത് തന്നെ നിന്നു. വേണ്ടതായ കാര്യങ്ങൾ അപ്പച്ചൻ റൂമെല്ലാം വൃത്തിയാക്കി പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചെയ്തു കൊടുത്തു. അതിനുശേഷമായിട്ട് കൺവെൻഷൻ്റെ സമയമായിരുന്നു. ആ സമയങ്ങളിലൊക്കെ കടന്നു വരികയും ചെയ്തു. ഈ അവസാന സമയമായിട്ട് രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ സഹായിച്ചു. ആ സന്ദർഭത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി താൻ ഏതാണ് അത്യാസന നിലയിലായിരിക്കുകയായിരുന്നു. എങ്കിലും വേദനയെന്നോ വയ്യായെന്നോ താൻ ഒരു വാക്ക് പറഞ്ഞിട്ടില്ലായിരുന്നു. താൻ രാത്രി 12:30 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടന് ടെലിഫോൺ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ചേട്ടന് അപ്പോൾ ബോംബെയിലുള്ള സെൻട്രൽ അപ്പച്ചന് ഫോൺ ചെയ്തു. അപ്പോൾ താൻ നിങ്ങൾ പറഞ്ഞ വാക്ക് ഞാനിപ്പോഴും ഓർക്കുന്നു. ഞാനിപ്പോൾ ദൈവസന്നിധിയിൽ സ്വസ്ഥത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ ഭാരങ്ങളെല്ലാം ഞാൻ കർത്താവിന് കാര്യത്തിൽ കൊടുത്തിരിക്കുന്നു. ഞാനിപ്പോൾ സമാധാനത്തോടെ ഇരിക്കും, സന്തോഷവാനായിരിക്കുന്നു. മോശ കർത്താവിനോട് പർവ്വതത്തിലായിരുന്നത് പോലെ ഞാനിപ്പോൾ കർത്താവിനോട് ആയിരിക്കുന്നു. എനിക്കൊരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. താൻ പ്രാർത്ഥിക്കുകയുണ്ടായി. അതിനുശേഷം തൻ്റെ കൊച്ചമ്മച്ചിയോട് ടെലിഫോൺ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അമ്മച്ചിക്കും ടെലിഫോൺ ചെയ്ത് പറഞ്ഞു, കർത്താവ് വരാൻ താമസിച്ചാൽ വീണ്ടും കാണാം, അല്ല എങ്കിൽ നമുക്ക് മുകളിൽ വെച്ച് കാണാമെന്ന് പറയുകയുണ്ടായി. അതിനുശേഷമായിട്ട് താൻ മധുരയിലുള്ളതായ സെൻട്രൽ പാസ്റ്റർ ജോവൽ ദാസിന് ടെലിഫോൺ ചെയ്തു. അത് ചെയ്യാൻ കാരണം അവിടെയുള്ള കൊച്ചു പാസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, എടാ മധുരക്കാർ പോയോ? ഞാൻ പറഞ്ഞില്ല, പോയിട്ടില്ല വെച്ച. അവരെന്നെ കാണാതെ പോയോ? ഞാൻ പറഞ്ഞില്ല, പോയിട്ടില്ല, അവർ രാവിലെ 5 മണിക്ക് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ശരി. ഉടൻ തന്നെ അവർക്ക് വേണ്ടതായ വണ്ടിക്കൂലി എല്ലാം എടുത്ത് വെക്കുകയുണ്ടായി. അതിനുശേഷമായിട്ട് രാവിലെ 5 മണിക്ക് അസുഖമായി ഇവിടെ എത്തി. അവർ 5 മണിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പാസ്റ്റർ ജോവൽ ദാസിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയുണ്ടായി.
കർത്താവിന് സ്തോത്രം. രാത്രി എന്നോട് ഞങ്ങളോട് പറയുകയുണ്ടായി, രാവിലെ എനിക്ക് കഞ്ഞി വേണം, വെള്ളരി കഞ്ഞി വേണം എന്ന് താൻ പറയുകയുണ്ടായി. ഞാൻ ചോദിച്ച കറി എന്താണ്? അപ്പോൾ പറഞ്ഞു ചമ്മന്തി വേണമെന്ന് പറഞ്ഞു. താൻ ഒരാഴ്ചയൊന്നും കഴിക്കാതിരുന്ന താൻ വളരെ ആർത്തിയോടെ താൻ കഞ്ഞി കഴിക്കുകയുണ്ടായി. അങ്ങനെ പിന്നീടുള്ള എൻ്റെ ജീവിതം നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായി തീരുകയുണ്ടായി. കർത്താവിന് സ്തോത്രം. താൻ കാണിച്ച നല്ല മാതൃകയിലൂടെ യാത്ര ചെയ്യുവാൻ, അതുപോലെ താൻ ഓട്ടം ഓടി തികച്ചതുപോലെ ആ സ്ഥാനത്തെത്തിച്ചേരുവാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. അവിടെ പ്രാർത്ഥന ചോദിക്കുന്നു.